നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം ഇവിടെ ദിവസങ്ങളോളം ആൾ വരാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ എഴുതാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാസത്തിൽ ഒരു തവണ ആക്കി. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് പത്മനാഭ തിയേറ്ററിൻ്റെ പുറകുവശത്ത് ഒരു മാടൻ തമ്പുരാ ക്ഷേത്രമുണ്ട്. ഞാനിങ്ങനെ ചെറുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നൊരു ക്ഷേത്രമാണ്. ക്ഷേത്രാചാര്യനാണ് ആ ക്ഷേത്രത്തിൻ്റെ. അവിടെ പൗർണമി ദിവസം ഈ മാസം ഞാൻ 12-ാം തീയതിയാണ്, ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് ഫലം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ 500 രൂപയാണ് ക്ഷേത്രത്തിൽ കൊടുക്കേണ്ടത്. 1 രൂപയാണ് എൻ്റെ ദക്ഷിണ. അവിടെ ധാരാളം ആൾക്കാർ വരും. കൂപ്പണൊക്കെ എടുത്ത് ഞാനൊരു ഒരു സമയം വരെ അവിടെ ഈ ഫലങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് ചരടുകൾ കെട്ടി ആൾക്കാർ വരും. അരയിൽ തന്നെ ഒരുപാട് കയറ് കെട്ടണ വലിപ്പത്തിൽ കെട്ടണവരുണ്ട്. ഇങ്ങനെ പൊക്കിയെ കാണിക്കും, സ്വാമി എൻ്റെ ശരീരത്തിലൊരു സാധനമുണ്ട്, സ്വാമിക്കൊന്ന് പറയാമോ? അപ്പം ഞാൻ പറയും, അയ്യോ എനിക്കതൊന്നും പറയാനുള്ള കഴിവില്ല. ഇല്ല, സ്വാമിക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിക്കും ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലെങ്കിലും ബാധയുണ്ടോ എന്ന്. അപ്പോൾ ബാധയല്ല, ഇതിങ്ങനെ പൊക്കി കാണിക്കുമ്പം കയറ് വലിപ്പത്തിൽ കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അടുത്ത ആൾ കാട്ടാക്കടയിൽ നിന്ന് ഒരാൾ വന്നതാണ്. അപ്പോൾ പുള്ളി, ഞാൻ ചോദിച്ചു ഇതെന്താണ്? മറ്റവൻ അപ്പുറത്ത് വിശ്വകർമ്മയിൽ ചെയ്യുന്ന ഒരാൾ, വിശ്വകർമ്മ പണി ചെയ്യുന്ന ഒരാളുണ്ട്. അവൻ ഭയങ്കര മന്ത്രവാദിയാണ്, പാരമ്പര്യമായിട്ട്. എൻ്റെ പണി, ഞാൻ വിശ്വകർമ്മയാണ്, എനിക്ക് ഒരൊറ്റ പണിയില്ല സാർ, ഉളി കൈകൊണ്ട് എടുക്കാൻ പറ്റില്ല, കാരണം എന്നെ കംപ്ലീറ്റ് അവൻ ബന്ധിച്ചിട്ടേക്കാം. നടന്ന സംഭവമാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണം. എന്ത് പരിഹാരം? ഞാൻ പറയും, നിങ്ങൾ ആദ്യം ഇതെല്ലാം അഴിച്ചു കളയാൻ പറയും. പുള്ളിക്ക് ഉളിവെടുക്കാൻ പറ്റാത്ത അങ്ങനെ ഒരാൾ വിചാരിച്ച മറ്റേയാളുടെ കർമ്മം, ഇപ്പോൾ ആ വിചാരം ഇല്ലാതൊന്നും ഞാൻ പറയത്തില്ല, ഒരു പരിധി വരെ. പക്ഷേ അത് മറ്റേയാളിൻ്റെ ശക്തിയും കർമ്മശുദ്ധിയും ശക്തിയും ദൈവികമായ അനുഗ്രഹവും സത്കർമ്മങ്ങളോടുള്ള ബന്ധവും ഉണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കില്ല. ഈ കൊലക്കയർ വലിപ്പത്തിലുള്ളത് അരയെ കെട്ടിക്കൊണ്ട് വന്നിരുന്ന് ഉളിയെടുക്കാൻ വയ്യ, കൊട്ടുകുടി എടുക്കാൻ വയ്യ, എനിക്ക് പണി ചെയ്യാൻ വയ്യ, എൻ്റെ വീട് പട്ടിണിയിലാവും, എല്ലാം പോവും സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വാമിക്ക് ഒരു അമ്പലത്തിന് രക്ഷിക്കാൻ പറ്റില്ല. ചരടൊക്കെ കെട്ടാം. ചരട് ഇപ്പം കരിക്കൻ ക്ഷേത്രത്തിലും മറ്റ് ആറ്റുകാൽ ക്ഷേത്രത്തിലുമൊക്കെ ജപിച്ച് കൊടുക്കും. അതൊരു മന്ത്രം ജപിച്ച് ഒരു ഭസ്മത്തിട്ട് ദേവിയുടെ നടയിൽ നിന്ന് സാന്നിധ്യമാക്കി തരുന്നതാണ്. അത് പക്ഷേ ഒരു പരിധി വരെ നമ്മൾ ഇത് ആറ്റുകാൽ അമ്പലത്തിൽ, ഇതെങ്കിലും കരിക്കൻ ക്ഷേത്രത്തിൽ, ഇതെങ്കിലും പഴഞ്ചിറയിൽ എന്നൊക്കെയുള്ള വിശ്വാസത്തിൻ്റെ നമുക്ക് കുറേ കാലം ജീവിക്കാം, കുറേ കാലം നമുക്ക് മുമ്പിലോട്ട് പോകാം. അത് ഈ ചരടുമായിട്ടുള്ള നമ്മളൊരു ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ പുറത്ത് കുറേ കാലം പോകും. ഇപ്പോൾ രാത്രി അവിടെ ഒരു പ്രേതബാധയുണ്ട്, അതുവഴി പോയാൽ ശ്മശാനമാണ്, അവിടെ വഴി പോകുമ്പോൾ ഈ ചരട് കിടക്കൊണ്ട് കുഴപ്പമില്ല, അല്ലേ സ്വാമി, ഞാൻ രാത്രി വളരെ ലേറ്റായിട്ടാണ് വരുന്നത്, പ്രശ്നമുണ്ടോ? അപ്പോൾ ഞാനായിട്ട് പുള്ളിക്ക് എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞാൽ ആ സ്വാമി പറഞ്ഞല്ലോ പ്രശ്നമില്ലാതെ. ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയിലുള്ളതാണ്. ചരടും ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയിലുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ ഉപാസനാമൂർത്തിയെ വിശ്വസിക്കുന്ന ആൾക്കാർക്കൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ആചാര്യനായിരിക്കുന്ന മാടൻ തമ്പുരാൻ്റെ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടെ യക്ഷിയുണ്ട്, യക്ഷിയെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ്. ഒരുപാട് വിഷയങ്ങളുള്ള സ്ഥലം. അവിടെ 21 ചെമ്പരത്തിപ്പൂ വെച്ച് പ്രാർത്ഥിച്ചാലുണ്ടാകുന്ന ഫലങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ആ ഫലങ്ങൾ അനുഭവത്തിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്തോ ഒന്നുണ്ട്. ആ ഒന്ന് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുമോ എന്നറിയത്തില്ല. അതിൻ്റെ പുറകെ പോകാനും പറ്റില്ല. അതുകൊണ്ട് ചരട് കെട്ടുന്നത് മോശമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ചരട് മാത്രമായി പോരുത് ജീവിതം. അപ്പോൾ ആ ചരടിനെ നമ്മൾ ഒരാത്മശക്തി, ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറേ കാലം പോവുക. പിടിക്കാൻ ഒരാൾ വെള്ളത്തിൽ മുങ്ങുന്ന ഒരാൾ വക്കിൽ തുരുമ്പ് കണ്ടാലും പിടിക്കുന്ന പോലെ ഒരു ചരട് നമ്മുടെ ശരീരത്തിൽ കിടന്നോട്ടെ, അതുകൊണ്ട് ദോഷമില്ല. അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു ബലം തരുമെന്നുണ്ടെങ്കിൽ ഒരു ചരടൊക്കെ ആകാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.